Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറന്റ് ഡേറ്റ് ആൻഡ് ടൈം എങ്ങനെയാണ് പ്രോഗ്രാം വെച്ച് നമ്മൾ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഡേറ്റ് എക്സാമ്പിൾ കൊടുക്കാം. ദാ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. ഇനി അതിനകത്ത് നമുക്ക് പുതിയൊരു ഇന്റർഫേസ് അല്ല ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ടൈം ഡേറ്റ് എന്ന് കൊടുക്കാം. വോയിഡ് മെയിൻ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ ഇപ്പോൾ ടൈം ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എങ്ങനെയാണ് കറണ്ട് ഡേറ്റ് കറണ്ട് ടൈം ഒക്കെ ഈ പ്രോഗ്രാം വെച്ച് കണ്ടുപിടിക്കുന്നതെന്നാണ്. അതിന് കോംപ്ലക്സ് ആയിട്ടുള്ള കോഡൊന്നുമില്ല. ഓൾറെഡി ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഡേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ള കോഡൊക്കെ ഇതിനകത്ത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ജാവയിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള അതിന് പല ക്ലാസ്സുകളും ഉണ്ട്. നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ക്ലാസ്സാണ് ഡേറ്റ് ക്ലാസ്. ഡേറ്റ് മാത്രമല്ല ടൈമും കിട്ടും കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസ് അല്ലേ ഡേറ്റ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ് ഡേറ്റ് ഡി ഈക്വൽസ് ന്യൂ ഡേറ്റ്. ഓക്കെ, അതിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ഉണ്ടാക്കി. ഇപ്പോൾ ഇതാ ഒരു എറർ കാണിക്കുന്നുണ്ടോ, ഇവിടെ മൗസ് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫിക്സ് കാണിക്കും. ഇമ്പോർട്ട് ഡേറ്റ് ജാവ ഡോട്ട് യൂട്ടിലും കാണിക്കും, ജാവ ഡോട്ട് എസ്ക്യൂഎലും കാണിക്കും. ജാവ ഡോട്ട് യൂട്ടിൽ കൊടുക്കുക. അപ്പോൾ ഇതാ എറർ മാറി. ഇപ്പം നമ്മുടെ ഒബ്ജക്റ്റ് ഡിക്കകത്ത് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡിക്കകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സിസ് ഔട്ട് ചെയ്യാണ് ഡി. ഇനി നമുക്ക് ഈ ഡിക്കകത്ത് എന്താണെന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാ റൺ ചെയ്തപ്പോൾ കണ്ടോ ട്യൂസ്ഡേ. ഇന്ന് ട്യൂസ്ഡേ ആണ്, ജൂലൈ 13th. ടൈം വന്നിരിക്കുന്നത് ഡേറ്റിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. പക്ഷേ ഓൾറെഡി അതിനകത്ത് ടൈമും കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതുണ്ട്. ടൈം എന്ന് പറയുന്നത് 14:37:02 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. പിന്നെ ലാസ്റ്റ് 2021 ഇയറാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ഡേറ്റ് കാണിക്കണം. ഡേറ്റ്, മന്ത്, ഇയർ അങ്ങനെയുള്ള രീതിയിൽ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ, നമുക്ക് കുറച്ചുകൂടെ ഈ ഡീറ്റെയിൽസിനകത്തു നിന്ന് തന്നെ, ഡീറ്റെയിൽസ് ഓൾറെഡി ഡിക്കകത്തുണ്ടല്ലോ, സിമ്പിളായിട്ട് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ക്ലാസ് യൂസ് ചെയ്യാം. അതാണ് സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റ്. ഇത് ടൈപ്പ് ചെയ്തിട്ട് കൺട്രോൾ സ്പേസ് കൊടുത്താൽ മതി കേട്ടോ. സിമ്പിൾ എന്തെങ്കിലും ഒരു പേര്. അപ്പോൾ സിമ്പിൾ ഈ ഡേറ്റ് പോലെ തന്നെ ഇതിനെ ഫോർമാറ്റ് ചെയ്തെടുക്കാനുള്ള വേറൊരു ക്ലാസ്സാണ് സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് മൗസ് ഓവർ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട് ഫോർ ഫോർമാറ്റിംഗ് ആൻഡ് പാഴ്സിങ് ഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റിൻ്റെ അതിൻ്റെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ എന്ത് ചെയ്യും, നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ സിമ്പിൾ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് ന്യൂ സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത് അതിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് നമ്മൾ പാഴ്സ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിക്കകത്ത് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സിമ്പിൾ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ച് എങ്ങനെയാണ് പാഴ്സ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാം. അപ്പോൾ സിസ് ഔട്ട് സിമ്പിൾ എന്നല്ല ഒബ്ജക്റ്റിൻ്റെ പേര്, സിമ്പിൾ ഡോട്ട് ഫോർമാറ്റ് ഓഫ് ഡി. ഓക്കെ, ഡിക്കകത്തുണ്ടല്ലോ, അപ്പോൾ ഡിന്ന് ഫോർമാറ്റ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഇത് റൺ ചെയ്തപ്പോൾ വന്നാണ്ടോ 13/7/2021 2:38 PM. നമ്മളൊരു ആഗ്രഹിച്ച ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ കാണുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഡേറ്റ് ഏതാ ടൈം ഏതാന്നൊക്കെ മനസ്സിലാവും അല്ലേ. ഇനിയിപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിങ്ങനെ സ്ലാഷ് ഇട്ട് വേണ്ട, പകരം ഇപ്പോൾ ഒരു എന്താ പറയുക ഹൈഫൺ ഇട്ട് കാണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഡേറ്റ് നിങ്ങൾക്ക് ഇതുപോലെ സ്ലാഷ് ഇട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട, അതിന് പകരം 13/7/2021 ഇങ്ങനെയാണ് കാണിക്കേണ്ടതെങ്കിൽ ഈ സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ലേ, അവിടെ വന്നിട്ട് കോഡ്സിനകത്ത് നമ്മൾ കൊടുത്താൽ മതി DD ഇപ്പോൾ ഡേറ്റ്. ഓക്കെ, ഹൈഫൺ MM എന്നുള്ളത് ക്യാപിറ്റലാണ് കേട്ടോ. YYYY. ഓക്കെ, ഇതെന്താണ് ക്യാപിറ്റൽ കൊടുത്തത്, മറ്റേത് സ്മോൾ കൊടുത്തതെന്ന് ഞാൻ പറയാം. എന്നിട്ട് ഇത് റൺ ചെയ്യാണ്. അപ്പോൾ അതാ വന്നത് കണ്ടോ 13/7/2021 ഹൈഫൺ ഇട്ട് വന്നു. ഇവിടെ നിങ്ങൾക്ക് ഹൈഫണോ കുത്തോ കോമയോ കോളനോ എന്ത് വേണേൽ കൊടുക്കാം. ഈ ഫോർമാറ്റിൻ്റെ ഇടയ്ക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ സ്ലാഷ്, ഇപ്പോൾ ഹൈഫൺ വേണ്ട, പഴയ സ്ലാഷ് തന്നെയാണ് വൃത്തിയും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഹൈഫൺ മാറ്റി സ്ലാഷ് കൊടുത്താൽ മതി. എന്നിട്ട് റൺ ചെയ്താൽ മതി. ഇതാ സ്ലാഷ് ഇട്ട് തന്നെ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇപ്പോൾ ഡി കൊടുത്തു, എം കൊടുത്തു, വൈ കൊടുത്തു. ഇതിപ്പോൾ ഏത് ലെറ്റേഴ്സാണ്, ഇത് ഈ സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റിൽ ഓരോന്നിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ലെറ്റർ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ കാണിക്കേണ്ട. ഒറാക്കിളിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്.
അതിനകത്ത് ഇതാ ഇങ്ങനെ കുറേ ഇട്ടിട്ടുണ്ട്, ക്ലാസ് സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് പാഴ്സ് ചെയ്യുന്നതാണ്. ഈ ഡോക്യുമെൻ്റ് വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ അത്യാവശ്യം ഇതിനെ പാഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റ് എന്ന് ഓർത്താൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്. ഇപ്പം ഇറ ഡെസിഗ്നേറ്റർ ഏത് ഇറയാണെന്ന് കാണിക്കാൻ കൊടുക്കുന്ന ലെറ്ററാണ് ജി. ഇയർ ആണെങ്കിൽ വൈ. ഓക്കെ, ഇയറിന് ഇതാ സ്മോൾ വൈയും പറ്റും ബിഗ് വൈയും പറ്റും. പക്ഷെ മന്ത് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബിഗ് എം ആണ്, സ്മോൾ എം അല്ല. അപ്പോൾ നമ്മൾ സ്മോൾ എം കൊടുത്താൽ ഇതിൽ വേറെ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ സ്മോൾ എം കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ 13/7/2021 അല്ലേ നേരത്തെ വന്നത്. ഇത് വീണ്ടും റൺ ചെയ്യുമ്പോൾ ഇതാ 13:40 വരും. മനസ്സിലായോ? അപ്പോൾ ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ, മന്തിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ ബിഗ് എം ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓരോന്നിനും ഏത് ലെറ്റർ ആണെന്നുള്ളത് ഇതാ ഈ ഡോക്യുമെൻറ്റിലുണ്ട്. മന്ത് ഇൻ എ ഇയർ ബിഗ് എം ആണ്, കണ്ടോ? അത് തന്നെ കൊടുക്കണം. വീക്ക് കാണിക്കാൻ ഡബ്ല്യു, വീക്ക് ഇൻ എ മന്ത്, അങ്ങനെ. അപ്പോൾ ഓരോന്നുണ്ട്. ഇതാ ഡേ ഇൻ എ ഇയർ ആണെങ്കിൽ ഡി. ഇനി നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഡേറ്റ് പ്രിൻ്റ് ചെയ്തു അല്ലേ? ഇപ്പോൾ ഡേറ്റ് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ഡേറ്റ് എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ കറണ്ട് ഡേറ്റ് ഈസ് എന്ന് പറഞ്ഞ് വന്നത് കണ്ടോ? ഇനി ഇതുപോലെ നമുക്ക് കറണ്ട് ടൈമും പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റിൻ്റെ തന്നെ ഒരു ഒബ്ജക്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റ് സിമ്പിൾ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ന്യൂ സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റ്. ഇനി ഇതിനകത്ത് നമുക്ക് എന്താണ് വേണ്ടത്? അവർ, മിനിറ്റ്, സെക്കൻഡ് അങ്ങനെ വേണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് ഓരോന്നിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്. ഇതാ ഇപ്പോൾ അവറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ എച്ച് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കോഡ്സിനകത്ത് എച്ച് കൊടുക്കാം. സോറി, എച്ച്. ഓക്കെ, ഇനി പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ ഇത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് കൊടുക്കാൻ 2 സ്ലാഷ് കൊടുത്താൽ മതി. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും DDന്ന് 2 എണ്ണം കൊടുത്തു, MM-ന്ന് 2 എണ്ണം കൊടുത്തു, YYന്ന് 4 എണ്ണം കൊടുത്തു. ഈ YYന്നും 2 എണ്ണം കൊടുത്താൽ എന്ത് പറ്റുമെന്ന് അത് ഞാൻ എന്താ റൺ ചെയ്ത് കാണിക്കാം, അപ്പം മനസ്സിലാവും. മറ്റതെങ്ങനെയാണ് ഔട്ട്പുട്ട് വന്നത്? 2021 എന്നല്ലേ 4 Y കൊടുത്തപ്പോൾ വന്നത്. ഇത് വീണ്ടും റൺ ചെയ്യുമ്പോൾ 21 എന്നേ വരത്തുള്ളൂ, 2 അല്ലേ? സാധാരണ ഡേറ്റും മന്തും 2 ഡിജിറ്റ്സ് കൂടുതൽ വരില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഇയർ ആണെങ്കിൽ ഇപ്പോൾ 3 Y കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് വരും അല്ലേ? അപ്പോൾ 2 കൂടുതൽ വേണം എപ്പോഴും കൊടുക്കാൻ. 2 ഇപ്പോൾ വൈന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ 2 ഡിജിറ്റ് 21 അത് മാത്രമേ വരത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഫുള്ളും വേണമെങ്കിൽ ആ കറക്റ്റ് ഓർഡർ 2021 തന്നെ വേണമെങ്കിൽ ആ 4 Y കൊടുക്കുക. അപ്പോൾ ഡേറ്റിനും ടൈമിനും ആ പ്രോബ്ലം വരില്ല. DDMM എന്ന് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഡേറ്റ് കിട്ടി കറക്റ്റ് ഒരു ഫോർമാറ്റിൽ. ഇനി നമുക്ക് ടൈം കിട്ടണം. ഓക്കെ, അപ്പോൾ ടൈം ഇതുപോലെ നല്ലൊരു ഫോർമാറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും ഈ സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റ് സിമ്പിൾ 1 ഈക്വൽസ് ന്യൂ സിമ്പിൾ കൺട്രോൾ സ്പേസ് അടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് അവർ എങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ കൊടുക്കുകയാണ് HHMM. അവർ മിനിറ്റ് മാത്രം മതി എനിക്ക്, സെക്കൻഡ് വേണ്ട. സെക്കൻഡ് വേണമെങ്കിൽ SS എന്ന് കൊടുക്കണം. ഓക്കെ, ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതൊക്കെയാണെന്ന് ഈ ഡോക്യുമെൻറ്റിലുണ്ട്. അതിൻ്റെ സൈഡിൽ ഈ ലെറ്റർ നമ്മൾ ജസ്റ്റ് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം എന്നേ ഉള്ളൂ. ഇനി സിസ് ഔട്ട് ചെയ്യാം. സിസ് ഔട്ട് സിമ്പിൾ 1 ഡോട്ട് ഫോർമാറ്റ് ഓഫ് D നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കറണ്ട് ടൈം അല്ലേ വേണ്ടത്. അപ്പം ഇങ്ങനെ കൊടുക്കാം, കറണ്ട് ടൈം ഇങ്ങനെ കൊടുത്തു നോക്കാം. ഇപ്പോൾ ഇതാ കറണ്ട് ടൈം 2:47. ഇപ്പോൾ AM ആണോ PM ആണോ എന്ന് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് സ്പേസ് ഇട്ടിട്ട് A എന്ന് കൊടുത്താൽ മതി. സോറി, ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്പേസ് ഇട്ടിട്ട് A എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം.
ഇതാ റൺ ചെയ്തപ്പോൾ വന്നുണ്ടോ PM 2:48 PM ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് AM ആണോ PM ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് AM PM മാർക്കർ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെറ്ററാണ് A. അങ്ങനെ ഓരോന്നിനും ഉണ്ട്. ഇപ്പോൾ ഇതാ ഇറ ഡെസിഗ്നേറ്റർ. ഇറ ഏതാണ് ഇപ്പോൾ? ഇറ എന്ന് വെച്ചാൽ AD ആണോ BC ആണോ അതൊന്നും ഇപ്പോൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ G എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് G ആണ്. G കൊടുത്താൽ AD എന്ന് പ്രിൻ്റ് ആവും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇയർ, വീക്ക്, മന്ത് എല്ലാം ഉണ്ട് ഇതിനകത്ത് നമുക്ക് എങ്ങനെ പ്രിൻ്റ് ചെയ്യണമെന്ന് വെച്ചാലും പ്രിൻ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റിൻ്റെ ഈ ഡോക്യുമെൻറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ട രീതിയിൽ ഡേറ്റിനെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഡേറ്റിൻ്റെ ക്ലാസ് യൂസ് ചെയ്താൽ മതി. ഡേറ്റിൻ്റെ ക്ലാസ് യൂസ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ വേണ്ടി ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനെ നമുക്കൊന്ന് സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റ് യൂസ് ചെയ്യുക. നമുക്ക് ഏത് രീതിയിൽ വേണോ അത് ആ സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കോഡ്സിൽ കൊടുത്താൽ മതി. ഓരോന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്, അത് ആ ഡോക്യുമെൻറ്റിലുണ്ട്. ഡോക്യുമെൻറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നോക്കി നിങ്ങളിങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് ആ സിമ്പിൾ ഡേറ്റ് ഫോർമാറ്റിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഫോർമാറ്റ് ഓഫ് ഡേറ്റിൻ്റെ ഒബ്ജക്റ്റ്. ഓക്കെ, ഇത്രയും കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, കോംപ്ലക്സ് ആയിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. താങ്ക് യു.